Hi guys, what's up? Welcome to Holistic Way. Today I came with a stunning software that deliver amazing video for variety of purpose. So last section we talk about something about how to generate an image with prompting, right? അപ്പോൾ നമുക്ക് ഈ ഒരു സെഷൻസിൽ നമ്മൾ എങ്ങനെയാണ് ഒരു വീഡിയോ ജനറേറ്റ് ചെയ്യുക വിത്ത് ദ ഹെൽപ്പ് ഓഫ് AI അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് first of all, as usual, we choose our browser. Mine is Chrome. I don't know what about yours. നിങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടമുള്ള ബ്രൗസർ യൂസ് ചെയ്യാം. മെയിലിൽ ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്ന മാതിരി ക്രോം ബ്രൗസർ യൂസ് ചെയ്യാൻ നോക്കുക. കാരണം കൂടുതൽ എക്സ്റ്റൻഷൻസും കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നത് ക്രോമിലാണ്. അപ്പോൾ വേറെ ഡിഫറെൻറ്റ് ബ്രൗസേഴ്സ് അവൈലബിൾ ആണ്. അപ്പോൾ ചിലർ ബ്രേവ് ഒക്കെ യൂസ് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ബ്രേവിലൊക്കെ സെക്യൂരിറ്റി ഇഷ്യൂസ് കണ്ടമാനം കൂടുതലായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതും കൂടി കൺസിഡർ ചെയ്യുക കേട്ടോ. അപ്പോൾ ലെറ്റ്സ് ഡൈവ് ടു അവർ പ്രൊജക്ട്. ക്രോം ബ്രൗസർ ഓപ്പൺ ആണ്. ഞാൻ ന്യൂ ടാബ് പോയിട്ട് അപ്പോൾ ഇതിൻ്റെ മുന്നേ ഒരു വീഡിയോ ജനറേറ്റ് ചെയ്യുന്നതിൻ്റെ മുന്നേ ഞാൻ നിങ്ങൾക്കൊരു അഡ്വാൻസ്ഡ് പ്ലാറ്റ്ഫോമിനെ കുറിച്ച് കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ഇതിൽ. എൻ്റെ പേര് ഫ്ലോറ എന്നാണ് ഈ ഒരു ആപ്ലിക്കേഷൻസിൻ്റെ പേര്, ഈ ഒരു വെബ്സൈറ്റിൻ്റെ പേര്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് റിയൽ വേൾഡ് പ്രൊജക്റ്റ് നമുക്ക് ഇതിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ലൈക്ക് നിങ്ങൾക്കൊരു സിനിമാറ്റോഗ്രാഫി ഒക്കെ ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ടൂൾസ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് വീഡിയോ ജനറേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ടൂൾസ് പിന്നെ പെയ്ഡ് ടൂൾസ് ആണ്. അപ്പോൾ നിങ്ങളൊരു after you create a video or anything from this platform, you need to pay the amount to get the actual product. Okay. അപ്പോൾ നമുക്ക് ഫസ്റ്റ് സെഷൻസിൽ നമുക്ക് ഫ്ലോറിനെ കുറിച്ചിട്ട് ജസ്റ്റ് ഒരു ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അപ്പോൾ ഫ്ലോറ എന്ന് പറഞ്ഞത് പിന്നെ ഒരു 2024 ലോഞ്ച് ചെയ്തിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ നിങ്ങൾക്ക് പിന്നെ കൂടുതലായിട്ട് ഫ്ലോറ എന്ന് പറഞ്ഞ വെബ്സൈറ്റിനെ കുറിച്ചിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ChatGPT പോയിട്ട് ഗെറ്റ് മീ ഗുഡ് ഡിസ്ക്രിപ്ഷൻസ് അബൌട്ട് ഫ്ലോറ എന്നോ അല്ലെങ്കിൽ വാട്ട് ഫ്ലോറ ക്യാൻ ഡു ഫോർ മീ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ChatGPT തരുന്നതായിരിക്കും. അല്ലെങ്കിൽ ChatGPTയിലേക്ക് ഇനി അതർ സോഫ്റ്റ്വെയർ ജെമിനി ഒക്കെ യൂസ് ചെയ്യാം. അപ്പോൾ ഇതിൽ ഇപ്പം ഞാൻ ജസ്റ്റ് ഒരു പിന്നെ പിക്ചർ എങ്ങനെ ജനറേറ്റ് ചെയ്യാന്നുള്ളത് നിങ്ങൾക്ക് പിന്നെ ഈ ഒരു പ്ലാറ്റ്ഫോം യൂസ് ചെയ്തുകൊണ്ട് കാണിച്ചു തരാനാണ് ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ വി വിൽ ഗോ ടു അവർ സെഷൻസ്. അപ്പോൾ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾ പിന്നെ ഫ്ലോറ എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് പിന്നെ ടൈപ്പ് ചെയ്യാം. ഇതാണ് അതിൻ്റെ പിന്നെ URL, അതായത് വെബ്സൈറ്റിൻ്റെ ലിങ്ക്, അതാണ് URL മീൻ ചെയ്യുന്നത്. അപ്പോൾ flora.fauna.project. അപ്പോൾ ഫ്ലോറ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലേ, സസ്യങ്ങളെ കുറിച്ച് പറയുന്ന കാര്യമാണ് ഫ്ലോറ. അപ്പോൾ ഫോണ എന്ന് പറഞ്ഞ മൃഗങ്ങളെ കുറിച്ച് പറയുന്നതാണ് ഫോണ. ഓക്കെ. അപ്പോൾ പ്രൊജക്റ്റിന്റെ നെയിമും പ്രൊജക്റ്റുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അതൊരു പിന്നെ എന്താ പറയാ, ഒരു അഡ്വാൻസ്ഡ് നെയിം അവർ പിക്ക് ചെയ്ത് നല്ലൊരു കീവേഡ്സ് അവർ പിക്ക് ചെയ്തു എന്നുള്ള ഒരു സിറ്റുവേഷൻസിലാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ന്യൂ പ്രൊജക്റ്റ് എന്ന് പറഞ്ഞൊരു വിൻഡോ കിട്ടും. ആദ്യം ഫസ്റ്റ് നിങ്ങൾ ലോഗിൻ ആൻഡ് ലോഗൗട്ട് സെക്ഷൻസ് നിങ്ങൾ ക്ലിയർ ചെയ്യണം. ഇവിടെ ഞാൻ സെറ്റിംഗ്സിൽ പോയി കഴിഞ്ഞാൽ എൻ്റെ ഇമെയിൽ വെച്ചിട്ടാണ് പിന്നെ ഞാൻ ചെയ്തിട്ടുള്ളത്. സിമ്പിൾ സെറ്റപ്പാണ്. ലോഗിൻ അക്കൗണ്ട് എന്ന് പറഞ്ഞ സെക്ഷൻസ് വരും. ആ സെക്ഷൻസിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഇമെയിൽ ഐ ഡി പാസ്വേഡ് അല്ലെങ്കിൽ സൈൻ ഇൻ ചെയ്ത് ഗൂഗിൾ ചെയ്തിട്ട് ലോഗിൻ ചെയ്യാം. അങ്ങനെ ലോഗിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് ഇന്റർഫേസ് ആയിട്ട് വരുന്ന ഈ ഒരു പാനലാണ്. ഇതാണ് നമ്മുടെ ക്യാൻവാസ്. ക്യാൻവാസ് മീൻസ് ഒരു പേജ്. ഓക്കെ. ഇവിടെ നമ്മുടെ ഡിസൈൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ഔട്ട്പുട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു പ്ലാറ്റ്ഫോം യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് ഒരു ഇമേജ് ജനറേറ്റ് ചെയ്യുക, അല്ല ഇമേജിനെ എങ്ങനെ വീഡിയോ ആയിട്ട് കൺവേർട്ട് ചെയ്യാന്നുള്ളത് കാണിച്ചില്ല. കാരണം വീഡിയോന്റെ ഔട്ട്പുട്ട് കിട്ടാൻ കുറച്ച് ടാസ്ക് ആയിരിക്കും. കാരണം ഞാൻ പറഞ്ഞ മാതിരി ദ മെയിൻ റീസൺ ഈസ് പെയ്ഡ് വേർഷൻ. ഓക്കെ. ഇപ്പോൾ പ്ലസ് ഐക്കൺ, ഇവിടെ ഒരു പ്ലസ് ഐക്കൺ ഉണ്ട്. ഇത് പിന്നെ ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് ഓൾറെഡി ഉള്ളതിന്റെ ഫ്യൂച്ചർ മെനൂസ് ഒക്കെ ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. നല്ലൊരു പോപ്പപ്പ് വിൻഡോസിലൊക്കെ അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ പ്ലസ് എന്നുള്ള ഈ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ടെക്സ്റ്റ് ജനറേറ്റ്, അതായത് നമ്മുടെ പ്രോംപ്റ്റ് നമുക്ക് കോപ്പി ചെയ്യാനുള്ള ഒരു സെക്ഷൻസ് ഇവിടെ കിട്ടും.
ഇപ്പോൾ 3 ഓപ്ഷൻസ് ആണ് അവർ തന്നിട്ടുള്ളത്. ഒന്ന് ടെക്സ്റ്റ് ടു ഇമേജ്, പിന്നെ ഇമേജ് ടു പിന്നെ ഇമേജ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഓൾറെഡി നിങ്ങളുടെ കയ്യിലൊരു ഫോട്ടോ ഉണ്ട്. അപ്പോൾ നിങ്ങളതായിട്ട് തന്നെ ഒരു ഫോട്ടോ ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മാറ്റണം, അല്ലെങ്കിൽ അതിന് കുറച്ച് സിനിമാറ്റോഗ്രാഫി എഫക്റ്റ് കൊടുക്കണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പിന്നെ ഓൾറെഡി ഉള്ളൊരു ഇമേജിനെ നിങ്ങൾക്ക് എഡിറ്റബിൾ ആക്കിയിട്ട് മാറ്റാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങളെ ഇമേജിനെ നിങ്ങൾക്ക് വീഡിയോ ആയിട്ടും കൺവേർട്ട് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ വീഡിയോ സെക്കൻഡ്സ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് പ്രോംപ്റ്റ് ചെയ്തിട്ടും വീഡിയോ ജനറേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഇമേജിനെ നമുക്ക് വീഡിയോ ആയിട്ട് കൺവേർട്ട് ചെയ്യാനും സാധിക്കും. ഫസ്റ്റ് നമ്മൾ ഈ ടെക്സ്റ്റ് എന്നുള്ള ഒരു ഏരിയയിൽ പോയിട്ട് ക്ലിക്ക് ചെയ്യാം. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇന്റർഫേസ് കിട്ടും. ഓക്കെ, ഇതാണ് നമ്മളുടെ സെഷൻസ്. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, പിന്നെ എല്ലാ ഓൾറെഡി പറഞ്ഞിട്ടുള്ള എല്ലാ ഓപ്ഷൻസും ഇവിടെ അവർ ഒന്നുകൂടി നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. റൈറ്റ് ഓർ പേസ്റ്റ് ടെക്സ്റ്റ്, അതായത് നിങ്ങൾക്ക് റൈറ്റ് ചെയ്യാം അല്ലെങ്കിൽ പേസ്റ്റ് ചെയ്യാം. കമ്പൈൻ ഐഡിയാസ്, ഇപ്പോൾ ഒന്നിൽ കൂടുതൽ ആൾക്കാർ നിങ്ങൾക്ക് ഇതൊരു ഏജൻസി ടൈപ്പ് പ്ലാറ്റ്ഫോം കൂടിയാണ്. നിങ്ങളൊരു സ്റ്റാർട്ടപ്പ് ഒക്കെ പിന്നെ ഉദ്ദേശിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ടൂള് ഒരു അഡ്വാൻറ്റേജ് ടൂളാണ്. ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം, ഒരുപാട് ഇന്റഗ്രേഷൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ വേണ്ടി മനസ്സിലാവും. ഇതിൽ ഓൾറെഡി GPT 4.0 മിനി എന്ന് പറഞ്ഞിട്ടുള്ള ഇന്റഗ്രേഷൻസ് ഉണ്ട്. GPT 3.0 ഉണ്ട്, ജെമിനി ഉണ്ട്, പിന്നെ ക്ലൗഡ് ഹോക്ക് ഉണ്ട്. അങ്ങനെ ഒരുപാട്, ഇതൊക്കെ ഓരോരോ പിന്നെ AI ബേസ്ഡ് ജനറേറ്റീവ് വെബ്സൈറ്റ്സ് ആണ്, അതർ വെബ്സൈറ്റ്സ് ആണ്. അപ്പൊ ഇതിലൂടെ ഈ ഒരു പ്ലാറ്റ്ഫോം വെച്ച് ഇവര് തമ്മിലുള്ള ടൈപ്പ് വെച്ചിട്ടാണ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ ഇതിന്റെ ഏറ്റവും ലാസ്റ്റ് സെക്ഷൻസിൽ ട്രൈ എ സീൻ ഡിസ്ക്രൈബിംഗ് ആൻ എപ്പിക് സ്പേസ് വോയേജ്. ഓക്കെ, നമ്മളിവിടുത്തെ ഇവിടെ നമുക്ക് പറഞ്ഞു കൊടുക്കാം നമുക്ക് എന്താ ആവശ്യമുള്ളതെന്നുള്ളത് നമുക്ക് ഇവിടെ പറഞ്ഞു കൊടുക്കാം. ഞാൻ ജസ്റ്റ് നമ്മൾ ഡിഫോൾട്ട് പ്രോംപ്റ്റ് ചെയ്താണ് എ ഗേൾ സ്റ്റാൻഡിങ് in heaven and handling എപ്പോഴും പറയുന്ന പോലെ ക്യാരക്ടറിന് ചെറിയ മിസ്റ്റേക്സ് ഉണ്ട്. ഹാൻഡ്ലിങ് അതിനോട് കോമൺ ആയിട്ടുള്ള വേർഡ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ആ ഒരു മെസ്സേജ് കിട്ടും. ഇവിടെ ഹാൻഡ്ലിംഗ് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ ഉണ്ടോ. ഇപ്പൊ ഹാൻഡ്ലിംഗ് എന്ന് പറഞ്ഞാൽ എനിക്ക് പ്രോംപ്റ്റ് കിട്ടുന്നുണ്ട്. അപ്പൊ എന്താണ്, ഒരു പെൺകുട്ടി എന്ത് ചെയ്യാണ്, സ്വർഗത്തിൽ നിൽക്കുകയാണ്. ഇപ്പൊ ഹാൻഡ്ലിംഗ് എന്താണ്, ഫാബുലസ് ഗാർഡൻ. അപ്പൊ അവള് ആ ഒരു പൂന്തോട്ടം മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതാണ് നമ്മുടെ പ്രോംപ്റ്റ്. അപ്പൊ നമുക്ക് അതൊരു ഇമേജ് ആയിട്ട് കൺവേർട്ട് ചെയ്യണം. ജസ്റ്റ് ഈ ഒരു അപ്പ് ആരോ എന്നുള്ള ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ജസ്റ്റ് റോസ് എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എനിക്ക് ക്രെഡിറ്റിന്റെ ഇഷ്യൂസ് ഉണ്ട് എന്നാണ് അവർ പറയുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, ഈ ക്രെഡിറ്റിന്റെ ഇഷ്യൂസ് വരികയാണെങ്കിൽ നിങ്ങൾ എപ്പോഴും ഞാൻ പറയുന്ന പോലെ മൾട്ടിപ്പിൾ അക്കൗണ്ട്സ് വെച്ച് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പം ജസ്റ്റ് ഈ അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് എങ്കിലും ടൈപ്പ് ചെയ്യാം. എന്നിട്ട് ഇവിടെ ചെക്ക് ബോക്സ് കൊടുക്കുക, ഡിലീറ്റ് അക്കൗണ്ട് കൊടുക്കുക. അഗെയിൻ ട്രൈ ഫോർ ഫ്രീ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പിന്നെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. കണ്ടിന്യൂ വിത്ത് ഗൂഗിൾ കൊടുക്കുക. വേറെ ഏതെങ്കിലും ഡിഫറെന്റ് അക്കൗണ്ട് കൊടുക്കുക. ഓക്കെ, ഓൾറെഡി ഞാൻ ഈ 2-3 ഇമേജസ് ക്രിയേറ്റ് ചെയ്തായിരുന്നു, അതുകൊണ്ടാണ് ആ ഒരു ക്രെഡിറ്റ് സ്കോർ കുറഞ്ഞത് കേട്ടോ. അപ്പോൾ ഇത് ഡെയിലി ബേസിലാണ് നിങ്ങൾക്ക് ക്രെഡിറ്റ് പിന്നെ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ നെക്സ്റ്റ് 24 hours ഇത് റീ ക്രെഡിറ്റ് ആകുന്നതായിരിക്കും. അപ്പോൾ ഫില്ലിംഗ് ദ മിസ്സിംഗ് ഫീൽഡ് ലാസ്റ്റ് നെയിം ചെയ്യാമെന്ന് പറഞ്ഞു കൊടുക്കും. ഓക്കെ, കണ്ടിന്യൂ കൊടുത്തു. കണ്ടില്ലേ, അപ്പൊ ഇങ്ങനെയാണ് നിങ്ങൾ ഫസ്റ്റ് ഒരു പ്രൊജക്ട് തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ഇന്റർഫേസ് കിട്ടും. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ സ്കിപ്പ് ചെയ്യാതെ ട്യൂട്ടോറിയലാണ്, നിങ്ങൾക്ക് വായിച്ചു നോക്കാം, റെഫർ ചെയ്യാം കേട്ടോ. നമ്മൾ ജസ്റ്റ് ക്രിയേറ്റ് ന്യൂ പ്രൊജക്ട് കൊടുത്തു. ഇവിടെ സ്കിപ്പ് ഓൺ ബോർഡിംഗ് പറഞ്ഞൊരു സെക്ഷൻസ് ഉണ്ട്. അവിടെ പോയി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ
സ്കിപ്പ് എനിവേ എന്ന് പറഞ്ഞ് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇന്റർഫേസ് കിട്ടും. ജസ്റ്റ് പ്ലസ് ബട്ടൺ നേരത്തെ ചെയ്ത മാതിരി പിന്നെ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ടെക്സ്റ്റ് വരും. ടെക്സ്റ്റിനുള്ളിൽ ഈ ഒരു പ്രോംപ്റ്റ് വരും. ജസ്റ്റ് ബ്യൂട്ടിഫുൾ റോസ് ജസ്റ്റ് ടൈപ്പ് ചെയ്തോളൂ. ഇത് ആദ്യം ടെസ്റ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എത്ര ക്രെഡിറ്റ് ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് കൂടെ എനിക്ക് ഈ ഒരു അക്കൗണ്ടിൽ 500 ക്രെഡിറ്റ്സ് ഉണ്ട്. ഓക്കെ, നമുക്ക് ഓരോ പ്രാവശ്യം ക്രെഡിറ്റ്സ് കണ്ടില്ല. ഞാനിവിടെ ഓരോ പ്രാവശ്യം പിന്നെ ക്ലിക്ക് ചെയ്യുമ്പോൾ ക്രെഡിറ്റ്സ് ഇവിടെ പിന്നെ കുറഞ്ഞുകൊണ്ട് ഡിക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പ്ലസ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇമേജ് വേറെ സെക്ഷൻസിലോട്ട് പോവാം. നമുക്ക് ആ ഒരു ഇമേജ് അവിടെ ക്രിയേറ്റ് ചെയ്ത് വരും. അത്യാവശ്യം ക്വാളിറ്റി ഇമേജസ് ആണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് റോസിന്റെ ഇമേജ് കിട്ടിയിട്ടില്ല. അങ്ങനെയുണ്ട് പോർട്രേറ്റ് ഇമേജ് തന്നെയാണ് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇമേജ് നമുക്ക് എത്ര വേണമെങ്കിൽ സൂം ചെയ്യാം. ഇങ്ങനെയാണ് ഈ ഒരു ടൂൾ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് പിന്നെ ഓരോ കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഒരു ബിഗ് ക്യാൻവാസ് ആണ്. നിങ്ങൾക്ക് എവിടേക്ക് വേണമെങ്കിലും ഇത് മൂവ് ചെയ്യാം, റോൾ ചെയ്യാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇവിടുന്ന് ഇപ്പോൾ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും നിങ്ങൾക്ക് പ്ലസ് ബട്ടൺ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻസ് അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഒരു പ്ലസ് ബട്ടൺ നോക്കി കഴിഞ്ഞാൽ ഇതിനെ വീണ്ടും മോഡിഫൈ ചെയ്യാം, വീഡിയോയിലോട്ട് കൺവേർട്ട് ചെയ്യാം. അപ്പോൾ വീഡിയോയിലോട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ എനിക്ക് നല്ല ക്രെഡിറ്റ് സ്കോർ ആവശ്യമാണ്. അതിന്റെ ഔട്ട്പുട്ടാണ് കാണിച്ചു തരുന്നില്ല. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ക്രിയേറ്റീവ് വീഡിയോ ഈ ഒരു ടൂൾ ഉപയോഗിച്ചിട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് സെക്ഷൻസിലോട്ട് വേണമെങ്കിൽ വേറൊരു പ്രോംപ്റ്റും കൂടി നമുക്ക് എഴുതാം. പ്ലസ് ബട്ടൺ നിൽക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, ഇമേജ് കൊടുക്കുക. ഇമേജ് കൊടുത്തിട്ട് എന്ത് ചെയ്യാം, ഇപ്പോൾ ഓൾറെഡി ഇവിടെയാണ് നമ്മൾ പിന്നെ ഫസ്റ്റ് പ്രോംപ്റ്റ് ചെയ്തിട്ടുള്ളത്. ആ പ്രോംപ്റ്റ് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്തു. എങ്ങനെ ഒരു പ്ലസ് ബട്ടൺ വെച്ചിട്ട് ഇന്റഗ്രേറ്റ് ചെയ്തു. ഈ ഒരു പ്രൊസീജിയർ നിങ്ങൾക്ക് കൂടുതലായിട്ട് കോഡിംഗ് നോളജ് ഒക്കെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ സ്വിഫ്റ്റ് ലാംഗ്വേജിലൊക്കെ യൂസ് ചെയ്യുന്ന അതേ പ്രൊസീജിയർ ആണ്. ലാംഗ്വേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ പറയാം. ഇറ്റ് ഈസ് എ code-based platform that we produce only for the Apple Store. ഓക്കെ, അപ്പോൾ ആപ്പിൾ ബേസ്ഡ് പ്രൊഡക്റ്റിന് മാത്രം കോഡ് ചെയ്തുന്ന ആപ്പ് സ്റ്റോറിൽ മാത്രം വർക്ക് ചെയ്യുന്ന ആപ്ലിക്കേഷൻസിന് വേണ്ടി കോഡ് ചെയ്തുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് സ്വിഫ്റ്റ്. സ്വിഫ്റ്റിന്റെ ഇന്റർഫേസ് ഇതേമാതിരി തന്നെയാണ്. നമുക്ക് ജസ്റ്റ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ഓപ്ഷൻസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്ത് ചെയ്യാം, അടുത്ത പ്രോംപ്റ്റ് എഴുതി കൊടുക്കുക. അപ്പോൾ ഈ ഒരു പ്രോംപ്റ്റ് നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഡിലീറ്റ് ചെയ്യാം. ഇവിടെ ഡിലീറ്റ് ചെയ്യാനുള്ള പിന്നെ ഓപ്ഷൻസ് ഉണ്ടാവും. ഡിലീറ്റ് പറഞ്ഞാൽ ഡിലീറ്റ് ചെയ്യും. ഓക്കെ, നമുക്ക് വീണ്ടും ഈ ഓൾറെഡി ഇപ്പോൾ ക്രിയേറ്റ് ചെയ്തൊരു പ്രോംപ്റ്റിനെ നമ്മൾ വീണ്ടും എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിനോട് ചേർന്നിട്ടുള്ള പ്ലസ് ബട്ടൺ നിൽക്കുക. ഓക്കെ, ഇവിടെ പ്ലസ് ബട്ടൺ നിൽക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത പ്രോംപ്റ്റ് ആക്ടിവേഷൻ ചെയ്യും. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇമേജ് തന്നെയാണ് ജനറേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഓൾറെഡി ഇവിടെ ഒരു ഇമേജ് അവർ തന്നിട്ടുണ്ട്. ഈ ഇമേജിന്റെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് മാറ്റാം. ചേഞ്ച് ദ ബാക്ക്ഗ്രൗണ്ട് to a dark space. ഓക്കെ, ഇങ്ങനെയാണ് നിങ്ങൾക്ക് ഒരു പ്രോംപ്റ്റ് വഴി നിങ്ങളെ പ്രൊഡക്റ്റ് എൻഹാൻസ് ചെയ്യേണ്ടത്. ഓക്കെ, നമ്മൾ ക്യൂവിലാണ് ഒരു 10 മിനിറ്റ്സ് അല്ലെങ്കിൽ ഒരു 20 സെക്കൻഡ്സിലൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് നല്ലൊരു ജനറേറ്റർ ഔട്ട്പുട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ സൈറ്റിന്റെ പേര് മറക്കണ്ട, ഫ്ലോറ എന്നുള്ള സൈറ്റാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. അഡ്വാൻസ്ഡ് ടൂൾ ആണ്. അപ്പോൾ നമുക്ക് അതുവരെയുള്ള കാര്യങ്ങൾ പെട്ടെന്ന് ഓടിച്ചു പോകും. നിങ്ങൾക്ക് ഇവിടെ പിന്നെ പ്ലാൻസ് ആൻഡ് പ്രൈസിങ് എന്നുള്ള സെക്ഷൻസ് ഉണ്ട്. ആ സെക്ഷൻസിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ മനസ്സിലാവും എത്ര രൂപയാണ് അവർ ചാർജ് ചെയ്യുന്നത്. ഇപ്പോൾ പെർ മന്ത് $16 ആണ്. ഏകദേശം ഒരു 1800 റുപ്പീസ് 1500 റുപ്പീസ് ഇന്ത്യൻ കറൻസിയിൽ കൺവേർട്ട് ചെയ്യുമ്പോൾ ഉണ്ടാവും. മന്ത്ലി അല്ലെങ്കിൽ മാസത്തിൽ നിങ്ങൾക്ക് പേ ചെയ്യാൻ വേണ്ടി പറ്റുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഡ്വാൻസ്ഡ് ഔട്ട്പുട്ട് നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ,
ഇപ്പോൾ ഇത് ഏജൻസി ടൈപ്പ് ഉണ്ട്, പ്രോ ടൈപ്പ് ഉണ്ട്. ഇപ്പോൾ പ്രോ സീരീസിലാണ് നിങ്ങൾക്ക് ഫസ്റ്റ് ആക്സസ് ടു ഓൾ 40 AI മോഡൽസ്. നിങ്ങൾക്ക് ഇഷ്ടം 3 AI മോഡൽസിനെ വെച്ച് നിങ്ങൾക്ക് പിന്നെ ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ടീം വർക്ക് ആൻഡ് കൊളാബറേഷൻസ് ടീം വർക്കായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. കസ്റ്റം സ്റ്റൈൽസ് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് സ്റ്റൈൽസ് മോഡിഫിക്കേഷൻ ആൾട്രേഷൻ ഒക്കെ നടത്താൻ വേണ്ടി പറ്റും. ഏജൻസി ബേസ്ഡ് ആണെന്നുണ്ടെങ്കിൽ പിന്നെ അൺലിമിറ്റഡ് ആണ്, എല്ലാ കാര്യങ്ങളും അൺലിമിറ്റഡ് ആണ്. ഓക്കെ. പിന്നെ എന്റർപ്രൈസസ് ഉണ്ട്, അത് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആണ്. അഡ്വാൻസ്ഡ് ടീം മാനേജ്മെന്റ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരു CEO ഒക്കെ ബേസ്ഡ് ലെവലിലുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടീമിനെ മാനേജ് ചെയ്യാൻ വേണ്ടി പറ്റും. കസ്റ്റം ക്രെഡിറ്റ്സ് ലിമിറ്റ്, അത് നിങ്ങളുടെ ക്രെഡിറ്റ് ലിമിറ്റ്സ് നിങ്ങൾക്ക് കസ്റ്റം ചെയ്യാൻ വേണ്ടി പറ്റും. കസ്റ്റം AI വർക്ക് ഫ്ലോ, വൈറ്റ് ഗ്ലോ സപ്പോർട്ട്, അതൊക്കെ അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സ് ആണ്. നമുക്ക് നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു ഏജൻസി ബേസ്ഡ് അല്ലെങ്കിൽ നിങ്ങളെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യണം, ഒരു വെൽ ക്ലാരിഫൈഡ് ഇമേജ് നിങ്ങൾക്ക് കിട്ടണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, അപ്പോൾ നല്ല ടൂൾസ് യൂസ് ചെയ്യില്ല. ഇപ്പോൾ ചിലർ ഇപ്പോൾ നമുക്ക് പെയിന്റിലും ഇമേജ് ക്രിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ അഡോബ് ഫോട്ടോസ്റ്റോക്സ് ഒക്കെ വെച്ചിട്ട് നമുക്ക് ഇപ്പോൾ ഇമേജ് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ അതിന്റെ റിസൾട്ടിന്റെ വേരിയേഷൻസ് വളരെ അധികമായിരിക്കും. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ നല്ല ടൂൾസ് യൂസ് ചെയ്യുന്നത്. കണ്ടില്ലേ? അപ്പൊ ഞാൻ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ചേഞ്ച് ചെയ്ത്, അപ്പൊ ചേഞ്ച് ചെയ്ത ഇമേജിന്റെ പുതിയ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ഒരു ഡാർക്ക് സ്പേസിലോട്ടാണ് ഞാൻ ചേഞ്ച് ചെയ്തത്. അപ്പൊ നമ്മളെ ആവശ്യാനുസരണം നമുക്ക് എന്ത് ചെയ്യാം, നമ്മളെ ഇമേജിന് എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു ബട്ടൺ നീക്കി കഴിഞ്ഞാൽ ഒരു 3 ഡോട്ട്സ് ബട്ടൺസ് ഉണ്ട്. ജസ്റ്റ് ആ ഒരു പോർഷൻ ക്ലിക്ക് ചെയ്യാം. മുകളിൽ ഒരു 3 ഡോട്ട്സ് ബട്ടൺസ് ഉണ്ട്. ഫുൾ സ്ക്രീൻ കൊടുത്തു കഴിഞ്ഞാൽ ഫുൾ സ്ക്രീൻ വ്യൂയിലോട്ട് വരും. പിന്നെ വേറെ അടുത്ത ഓപ്ഷൻസ് ആണെന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് ഓപ്ഷൻസ് നമുക്ക് കാണാൻ പറ്റുന്നത് സേവ് ഓപ്ഷൻസ് ആണ്. സേവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ഫീൽഡ് ഇവിടെ സേവ് ആവും, പക്ഷെ ഡൗൺലോഡ് ആവില്ല. അപ്പൊ നിങ്ങൾക്ക് വേറൊരു ട്രിക്സും കൂടി ഞാൻ പറഞ്ഞുതരാം. ജസ്റ്റ് ഈ ഒരു ഇമേജ് ഫുൾ സ്ക്രീൻ മോഡിലോട്ട് പോവാം. എന്നിട്ട് എന്ത് ചെയ്യാം, പിന്നെ ഇതിന്റെ സ്ക്രീൻഷോട്ട് എടുക്കാം. ഓക്കെ, ഷിഫ്റ്റ് വെച്ചിട്ട് ഞാൻ സ്ക്രീൻഷോട്ട് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ആ ഒരു ഇമേജ് ആ ഒരു ക്വാളിറ്റി തന്നെ കിട്ടും. ഡിവൈസിനനുസരിച്ച് മാറ്റം ഉണ്ടാവും. മാക്ബുക്ക് ഒക്കെ യൂസ് ചെയ്യുന്നവർക്കാണെങ്കിൽ ഇതിനെക്കാട്ടും അഡ്വാൻസ്ഡ് സ്ക്രീൻഷോട്ട് ഫെസിലിറ്റീസും സ്ക്രീൻ റെക്കോർഡ് ഫെസിലിറ്റീസും ഒക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞ മാതിരി ഞാൻ യൂസ് ചെയ്യുന്നത് ടാബ്ലറ്റ്സ് ആണ്. അപ്പോൾ ടാബ്ലറ്റ്സിന്റെ സ്ക്രീൻഷോട്ട് വ്യൂ ആണിത്. ഇത്രയും മതി ഏകദേശം ഒരു മൊബൈൽ ആപ്ലിക്കേഷൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കുള്ള ഇമേജിന്റെ ക്വാളിറ്റി. ഞാൻ മുന്നേ പറഞ്ഞ മാതിരി സ്പീഡ് കൺസിഡർ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, കംപ്രസ്ഡ് ഇമേജ് ആണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുക ഫോർ ദ സ്പീഡ് ഓഫ് ദ വെബ്സൈറ്റ്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. പിന്നെ ഇതൊരു പുതിയൊരു ടൂളാണ്. അപ്പോൾ ഈ ടൂള് ഏകദേശം ഒരു വർഷത്തിന്റെ അടുത്തായിട്ടുള്ളൂ ഈ ടൂള് ലോഞ്ച് ചെയ്തിട്ട്. കൂടുതലായിട്ട് ഫീച്ചേഴ്സ് അവർ ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്. VO3 ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട് വീഡിയോ ഗ്രാഫിക് ഡിസൈൻസിന് വേണ്ടി. VO3 ഒക്കെ VO3ന്റെ ഒരു സെക്ഷൻസ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയുന്നുണ്ട്, വരുന്ന ക്ലാസ്സുകളിൽ പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ആയിട്ട് നമുക്ക് എങ്ങനെയാണ് ഒരു വീഡിയോ ജനറേറ്റ് ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, ഇവിടുന്ന് നിങ്ങൾക്ക് ഈ ഒരു പ്ലസ് ബട്ടൺ നെക്കി കഴിഞ്ഞാൽ നേരെ വീഡിയോ എന്ന് പറഞ്ഞ സെക്ഷൻസ് ഉണ്ട്. ഈ സെക്ഷൻസിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഇതിന് ഒരു ആനിമേഷൻ കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ വീഡിയോ സെക്ഷൻസ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ പ്രോംപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ ജനറേറ്റ് ചെയ്ത് വരും. വേണ്ടില്ല, ഇവിടെ ആസ്പെക്ട് റേഷ്യോ ഓട്ടോമാറ്റിക് ആണ്. അത് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ലാൻഡ്സ്കേപ്പ് മോഡിൽ 16:9 റേഷ്യോസിൽ കൊടുക്കാം. ഡ്യൂറേഷൻ 5 seconds ആണ്. അത് നിങ്ങൾക്ക് മാക്സിമം 10 secondsലോട്ട് പോവാം. അപ്പോൾ നിങ്ങൾക്ക് ഓരോ സീൻ ബൈ സീനിന് ആയിട്ട് നിങ്ങൾക്ക് വീഡിയോ ജനറേറ്റ് ചെയ്യാം. ആ വീഡിയോയ്ക്ക് കോൺസിസ്റ്റൻസി ഉണ്ടാവും. അപ്പോൾ എല്ലാ കാര്യങ്ങളും ക്യാരക്ടർ കോൺസിസ്റ്റൻസി ഉണ്ടാവും. കാരണം ചില ടൂൾസ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് കോൺസിസ്റ്റൻസി കിട്ടില്ല, ഒരു സ്ഥിരത കിട്ടില്ല. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ സാഹചര്യം വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഇങ്ങനത്തെ അഡ്വാൻസ്ഡ് ടൂൾ ഉപയോഗിച്ചിട്ട് സെയിം ക്യാരക്ടർ വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് ഒരു ഫിലിം വരെ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ഇതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഒരു അടിപൊളി ടൂളാണ്. അപ്പോൾ നമുക്ക് അടുത്ത സെക്ഷൻസിൽ പിന്നെ എങ്ങനെയാണ് ഒരു വീഡിയോ ജനറേറ്റ് ചെയ്യാന്നുള്ളതും കൂടി നോക്കാം. ഓക്കെ, അപ്പോൾ വീഡിയോ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ജസ്റ്റ് ChatGPT അടുത്ത് പോവാണ്. എന്നിട്ട് നമ്മൾ സെർച്ച് ചെയ്യാണ്. ജസ്റ്റ് പുതിയൊരു പ്രോംപ്റ്റ്, ഞാൻ എപ്പോഴും പറയുന്ന മാതിരി നിങ്ങൾ ഓരോ പ്രോംപ്റ്റ് ചെയ്തുമ്പോൾ അത് ന്യൂ വിൻഡോയിലോട്ട് പ്രോംപ്റ്റ് ചെയ്ത് കേട്ടോ. അങ്ങനെയാണെന്നെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും ഏത് പ്രോംപ്റ്റ് ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ പ്രോംപ്റ്റ് സെക്ഷൻസിൽ നമുക്ക് ബെസ്റ്റ് AI based video generator tools available
ഇന്ത്യ. ഞാൻ ഇന്ത്യയിലായതുകൊണ്ട് ഇന്ത്യ. ഓക്കെ. ചില ടൂൾസിന് റെസ്ട്രിക്ഷൻസ് ഉണ്ടാവും. ലൈക്ക് ടിക്ടോക്സ് ഒക്കെ ആയിട്ടുള്ള റെസ്ട്രിക്ഷൻസ് ഉണ്ടാവും. ചില കൺട്രി ബാൻ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ സ്പെസിഫൈ ചെയ്തിട്ടുള്ള ഇന്ത്യ എന്നുള്ളത്. അപ്പോൾ ഒരു ChatGPT എനിക്ക് റിപ്ലൈ തന്നിട്ടുണ്ട്. പിക്ചറി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടൂൾ ഉണ്ട്. സിന്തസിയ എന്ന് പറഞ്ഞ ടൂളാണ്. സിന്തസിയ ഒക്കെ അടിപൊളി ടൂൾസ് ആണ്. പിന്നെ ഇൻവിഡിയോ എന്ന് പറഞ്ഞിട്ടുള്ള ടൂൾസ് ഉണ്ട്. റൺവേ എന്ന് പറഞ്ഞൊരു ടൂൾസ് ഉണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് റൺവേ എന്ന് പറഞ്ഞിട്ടുള്ള ടൂൾസ് ആണ്. runway.ml എന്നാണ്, മെഷീൻ ലാംഗ്വേജ് ടൂൾ ആണ്. അപ്പോൾ ഓപ്പൺ ലിങ്ക് കൊടുക്കുക. ഇതിനാണ് Web3 ഇന്റർഫേസ് എന്ന് പറയുക. കാരണം ഒരു ആപ്ലിക്കേഷൻസിന്റെ ഉള്ളിൽ ഒരു വെബ്സൈറ്റിന്റെ അകത്തുനിന്ന് വേറൊരു വെബ്സൈറ്റിലോട്ട് നിങ്ങൾക്ക് എൻ്റർ ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനാണ് Web3 ഇന്റർഫേസസ് എന്ന് പറയുക കേട്ടോ. പിന്നെ ഇത് ഇങ്ങനെ അല്ലായിരുന്നു. നിങ്ങൾക്ക് ആ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യണം, അല്ലെങ്കിൽ ആ സൈറ്റിന് വേറെ വിൻഡോ എടുത്ത് പോകണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ പുതിയ ടെക്നോളജി യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഒരു ChatGPT വഴി തന്നെ നമുക്ക് ഡിഫറെന്റ് വെബ്സൈറ്റിലോട്ട് പോവാം. ഇപ്പോൾ ChatGPT ഓൾറെഡി ഇവിടെ റണ്ണിങ്ങിലായിരിക്കും, കണ്ടില്ലേ? ChatGPT ബാക്ക്ഗ്രൗണ്ടിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, അവർ പുതിയൊരു ന്യൂ വിൻഡോ ആയിട്ട്, പുതിയൊരു ആപ്ലിക്കേഷൻ വിൻഡോ ആയിട്ട് നമുക്ക് ഒരു ഇന്റർഫേസ് ചെയ്യും. അപ്പോൾ ജസ്റ്റ് ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന് പറഞ്ഞുള്ള ലൈക്ക് നോർമൽ ആൽഗോരിതം ഫോളോ ചെയ്യാം. പിന്നെ ലോഗിൻ വിത്ത് ഗൂഗിൾ, കണ്ടില്ലേ? അപ്പോൾ ഇതാണ് runway.ml ഒരു പിന്നെ വീഡിയോ ട്യൂട്ടോറിയൽസ് ഇവിടെ ലെഫ്റ്റ് സൈഡിൽ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആനിമേഷൻ സെക്ഷൻസോ അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ലോഞ്ചിങ്ങോ അല്ലെങ്കിൽ നിങ്ങൾ ബ്രാൻഡിങ് അവയർനെസ്സോ അതല്ലാന്നുണ്ടെങ്കിൽ ഒരു സിനിമാഗ്രാഫിയോ നിങ്ങൾക്ക് ഷോർട്ട് വീഡിയോസ് ഒക്കെ എടുക്കുന്ന ആൾക്കാരുണ്ടാവും. അവർക്കൊക്കെ ബെറ്റർ ആയിട്ടുള്ള ടൂളാണ് runway.ml. പെയ്ഡഡ് ആണ്, ഫ്രീ വെർഷൻസ് അവൈലബിൾ ആണ്. അപ്പം ഫ്രീ വെർഷൻ വെച്ചിട്ട് നമ്മൾ ക്രെഡിറ്റ് വെച്ചിട്ട് ചെയ്യാം. ഇഷ്ടമുള്ള ഒരു അക്കൗണ്ട് സെലക്ട് ചെയ്യാം. എനിക്ക് ഓൾറെഡി 3-4 അക്കൗണ്ട്സ് ഉണ്ട്. അപ്പോൾ ഇത് ഇങ്ങനത്തെ കാര്യത്തിന് വേണ്ടി, പർപ്പസിന് വേണ്ടി ഉണ്ടാക്കി വെച്ച അക്കൗണ്ട്സ് ആണ്. ഇതൊന്നും എൻ്റെ പ്രൈവറ്റ് അക്കൗണ്ട്സ് അല്ല. കണ്ടിന്യൂ കൊടുക്കാം. ലോഗിൻ ചെയ്തിട്ട് നമുക്ക് ഒരു ഇന്റർഫേസ് കിട്ടും. ഓക്കെ. അപ്പോൾ എന്തിനാണ് ഇങ്ങനത്തെ ടൂൾസ് ഒക്കെ ഞാൻ പരിചയപ്പെടുത്തുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ അതിൻ്റെ ഒരു ഫണ്ടമെന്റൽസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ എൻഡ് ഓഫ് ദ വീഡിയോ നമ്മൾ എന്ത് ചെയ്യും, സോറി, ഇത് എൻഡ് ഓഫ് ദ സെക്ഷൻസിൽ ലാസ്റ്റ് ഒരു 4-3 സെക്ഷൻസിൽ നമ്മൾ എന്ത് ചെയ്യും, കംപ്ലീറ്റ്ലി നമ്മൾ ബിൽഡ് ചെയ്ത ഇമേജസ്, വീഡിയോസ്, ആനിമേഷൻസ്, അങ്ങനത്തെ ഉള്ള മോഷൻസ് കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ വെബ്സൈറ്റിലോട്ട് ഇംപ്ലിമെന്റ് ചെയ്യും. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ്, ആദ്യം തന്നെ ഞാനൊരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്ത് ആ വെബ്സൈറ്റിന്റെ പിന്നെ കാര്യങ്ങൾ അതിൽ നിങ്ങൾക്ക് ഒരുപാട് ഫീച്ചേഴ്സ് കാണാൻ വേണ്ടി പറ്റും. ആ ഫീച്ചേഴ്സ് നിങ്ങൾ എങ്ങനെ ആഡ് ചെയ്തെന്നുള്ള സംശയം വരും. അപ്പോൾ ആ സംശയം ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു സെക്ഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ ഇവിടെ ഈ ഒരു ക്വിറ്റ് ബട്ടൺ നോക്കിക്കഴിഞ്ഞാൽ കിട്ടും. ബാക്ക് ടു റിവ്യൂ ആൻഡ് അക്സെപ്റ്റ്, കണ്ടിന്യൂ കൊടുക്കുക. മന്ത്ലി അവർ ഇത്ര പൈസ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇതിപ്പോൾ ഇവിടെ സ്കിപ്പ് ചെയ്യാം. ഇവിടെയാണ് നമ്മളെ ഡിസ്ക്രൈബ് ഏരിയ. ഓക്കെ. മേക്ക് ആഡ് ഫോട്ടോ ഫോർ ദ സ്നീക്കേഴ്സ് ബ്രാൻഡ്, ഡിസൈൻ സാൻഡ്വിഷൻ സ്റ്റൈൽസ് ലിവിംഗ് റൂം സോറി, ജനറേറ്റഡ് ഡ്രമാറ്റിക് ഏരിയൽ വീഡിയോ ഷോർട്സ് ഫോർ NYC. വാട്ട് കാൻ യു ക്രിയേറ്റ്? നമ്മൾക്ക് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടതെന്ന്. അപ്പം നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യാം, നമുക്കൊരു സ്നീക്കേഴ്സിന്റെ ഒരു ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്ത് നോക്കാം. ഒരു ഡിഫോൾട്ട് ആയിട്ടുള്ള ഒരു ബ്രാൻഡ് അവിടെ പറഞ്ഞിട്ടുണ്ട്. നമുക്കത് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ. അപ്പോൾ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് ടൈമിങ്ങിന്റെ, ഔട്ട്പുട്ട് ടൈമിങ്ങിന്റെ കാര്യം കൂടി നിങ്ങൾ കൺസിഡർ ചെയ്യണം. ചില വെബ്സൈറ്റ് വളരെ ലാഗ്സ് ആണ്, ചില വെബ്സൈറ്റ് വളരെ ഫാസ്റ്റ് ആണ്. ഇപ്പോൾ runway.ml ഒക്കെ അത്യാവശ്യം ഗൂഗിൾ ബേസ്ഡ് പ്രൊജക്ട് ആയതുകൊണ്ട് അത്യാവശ്യം ഫാസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഔട്ട്പുട്ട് കിട്ടും. ആദ്യം എപ്പോഴും എന്ത് ചെയ്യുക, ഒരു ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ട സാധനങ്ങളൊക്കെ നിങ്ങൾ ഓൾറെഡി കളക്ട് ചെയ്യാം. ഓക്കെ. കണ്ടില്ലേ, ഒരു ഷൂവിന്റെ ഫോട്ടോസ് അവരവിടെ തന്നിട്ടുണ്ട്. നമുക്ക് ഈ ഷൂവിന്റെ ഫോട്ടോസ് എന്ത് ചെയ്യണം, കൺവേർട്ട് പ്രൊഡക്റ്റ് വീഡിയോ. ഓക്കെ, അത്ര മതി. നമുക്ക് ആ ഒരു പിന്നെ പിക്ചർ എന്ത് ചെയ്യണം, ഒരു പ്രൊഡക്റ്റിന്റെ വീഡിയോ ആയിട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പൊ ഈ ഒരു സൈറ്റിന്റെ ഒരു ഡ്രോബാക്സ്, കോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നിങ്ങൾക്ക് സൗണ്ട് കിട്ടത്തില്ല. സൗണ്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരത്തെ നമ്മൾ യൂസ് ചെയ്ത ഫോറ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അഡ്വാൻസ് ടൂൾ യൂസ് ചെയ്യണം. അപ്പോഴാണ് ഒരു സൗണ്ട് ജനറേഷൻ കൂടി ഉള്ളത്. ഇപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ വീഡിയോ ക്രിയേറ്റ് ചെയ്തിട്ട് 11 ലാബ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സൈറ്റുകളുണ്ട്. അവിടെ പോയി നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള സൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. ആ സൗണ്ട് ഇതിലോട്ട് ഒരു ചെറിയൊരു വീഡിയോ എഡിറ്ററൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ഇംപ്ലിമെന്റ് ചെയ്യാം. ഓക്കെ. ജനറേറ്റിംഗ് 50% ജനറേഷൻ കഴിഞ്ഞിട്ടുണ്ട്.
കണ്ടില്ല നമ്മള് ഓരോ അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ എന്താണ് ഇവിടെ ഞാൻ ഉദ്ദേശിക്കാൻ ആഗ്രഹിച്ചതെന്ന് വെച്ചാൽ നോർമലി ഒരു 4 years back അല്ലെങ്കിൽ 5 years back if anyone want to start a business they need to hire some good designers, programmers and so on and so forth. Okay. അപ്പോൾ നിങ്ങളിപ്പോൾ ആദ്യമൊക്കെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, കുറേ ആൾക്കാരെ ഹയർ ചെയ്യേണ്ടി വരും. ഒരു ക്യാമറാമാനെ ഹയർ ചെയ്യണം, ഒരു ഡിസൈനറെ ഹയർ ചെയ്യണം. ഓക്കെ. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ ജസ്റ്റ് ഒന്ന് പ്രോംപ്റ്റിലൂടെ നിങ്ങൾക്ക് തന്നെ ഉണ്ടാക്കാൻ ജനറേറ്റ് ചെയ്യാം. അപ്പോൾ ഒരു സ്റ്റാർട്ടപ്പിന് ഏറ്റവും വേണ്ട ആദ്യത്തെ ഘടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റിംഗ് ആണ്. അവിടെയാണ് കാശ് ചിലവുള്ളത്. നിങ്ങൾ കൂടുതലായിട്ടുള്ള നിങ്ങളെ ROI എന്ന് പറയും, റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റ്. നിങ്ങൾ ഫസ്റ്റ് തന്നെ നിങ്ങൾ ഒരു ബിഗ് ഹ്യൂജ് പൈസയൊക്കെ കൊടുത്ത് നിങ്ങൾ മാർക്കറ്റ് ചെയ്ത് അത് ക്ലിക്ക് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്രയും നഷ്ടം വരും. എന്ത് ചെയ്യാം, നിങ്ങൾ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നതിന് മുന്നേ ഇങ്ങനത്തെ ടൂൾസ് ഉപയോഗിച്ചിട്ട് നിങ്ങൾ മാർക്കറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, സിമ്പിൾ അല്ലേ? എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഏത് ആംഗിൾ വേണമെങ്കിലും കിട്ടും. ഇപ്പോൾ നമ്മളെ വീഡിയോ ഓൾറെഡി ജനറേറ്റ് ആയിട്ടുണ്ട്. ആ ഒരു ഇമേജിന് അവരെന്ത് ചെയ്ത് ഒരു വീഡിയോ ആയിട്ട് ജനറേറ്റ് ചെയ്ത് അല്ലേ. അപ്പോൾ ഇങ്ങനെയാണ് ഒരു വീഡിയോ ജനറേറ്റ് ചെയ്യുക. ഇവിടെ നിന്നിട്ട് അടുത്ത ഡിസ്ക്രൈബ് ചെയ്യുക, മേക്ക് ടൈറ്റിൽ എന്താ പറയുക, ഓഫർ വിൽ ഗോസ് ഓൺ. ഓക്കെ, ജസ്റ്റ് എന്തെങ്കിലും ടൈപ്പ് ചെയ്യാം. ഇതൊക്കെ നിങ്ങൾക്ക് ഒറ്റ പ്രോംപ്റ്റ് ആയിട്ടും ചെയ്യാം. ഞാൻ കൂടുതൽ ഓരോ ഫ്രാഗ്മെന്റേഷൻ ചെയ്തത് കൂടുതൽ ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ടാണ്. ഇത് ജസ്റ്റ് വൺ പ്രോംപ്റ്റിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ I cannot add text overlays to the videos directly, so I can generate a new image with the title for you. Would you like me to do that? അപ്പോൾ ഈ ഓൾറെഡി ഉള്ള ക്രിയേറ്റ് ചെയ്ത പിക്ചറിലേക്ക് നമുക്കൊരു ടെക്സ്റ്റ് ആഡ് ചെയ്യാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. നമ്മൾ ജസ്റ്റ് യെസ് കൊടുത്ത് നമ്മൾക്ക് അവർക്ക് റീജനറേറ്റ് ചെയ്യാൻ വേണ്ടി പറയാണ്. ഓക്കെ, നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പിന്നെ വീഡിയോ ഡയറക്റ്റ്ലി ഇങ്ങോട്ട് പിന്നെ ക്യാൻവ പോലുള്ള പിന്നെ എഡിറ്റിംഗ് സോഫ്റ്റ്വെയറിലോട്ട് കൺവേർട്ട് ചെയ്തിട്ട് അവിടുന്ന് നിങ്ങൾക്ക് ടെക്സ്റ്റ് ആഡ് ചെയ്യാവുന്നതാണ്. അതൊക്കെ നിങ്ങളെ ഐഡിയോളജി വെച്ചിട്ട് ചെയ്യാം. ഇപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഓഫർ വിൽ കം സൂൺ എന്നുള്ള ഒരു ടെക്സ്റ്റ് അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ടെക്സ്റ്റ് നമ്മൾ ഓൾറെഡി ജനറേറ്റ് ചെയ്ത ഈ വീഡിയോന്റെ മുകളിലല്ല ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ എന്ത് ചെയ്യും, ജസ്റ്റ് ഈ ഒരു പിന്നെ ഡൗൺലോഡിംഗ് ബട്ടൺ നിൽക്കുക, എന്നിട്ട് നേരെ ഇപ്പം നിങ്ങളിത് ഓൾറെഡി ക്യാൻവ ഉണ്ട്, ജസ്റ്റ് ക്യാൻവയിലോട്ട് കൺവേർട്ട് ചെയ്യാം. ക്യാൻവ എന്ന് പറഞ്ഞ സെക്ഷൻസിലോട്ട് കൺവേർട്ട് ചെയ്യാം. ആ വീഡിയോ ക്യാൻവയിലോട്ട് വരും. അപ്പോൾ ഈ യൂസിന്റെ ന്യൂ ഡിസൈൻസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇതാണ് നമ്മുടെ വീഡിയോ. നമുക്ക് വേണമെങ്കിൽ ഡ്യൂറേഷൻസ് കുറച്ച് കൂട്ടാം. ഒരു ബട്ടൺ ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ഡ്യൂറേഷൻസ് കൂടും. ഒരു 5 seconds വീഡിയോ ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് ഡ്യൂറേഷൻസ് കൂടാത്തത് തോന്നുന്നത്. അപ്പോൾ ഇത് ഡ്യൂപ്ലിക്കേറ്റ് എടുത്തിട്ട് ഇവിടെ ഒരു ട്രാൻസിഷൻ കൊടുത്താലും മതി. നിങ്ങൾക്ക് ഇവിടെ നേരെ Ctrl+D കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് കിട്ടും. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക, ഈ ഒരു പ്ലസ് ഐക്കൺ നോക്കി കഴിഞ്ഞിട്ട് അവിടെ ജസ്റ്റ് എന്ത് ചെയ്യുക, ഒരു ട്രാൻസിഷൻ കൊടുക്കുക. ട്രാൻസിഷൻ എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല, നമ്മളൊരു പിന്നെ അടുത്ത സ്ലൈഡിലോട്ട് പോകുമ്പോൾ അവിടെ എന്തെങ്കിലും ഒരു ആനിമേഷൻ വർക്ക് ചെയ്യും. അപ്പോൾ ആ വീഡിയോന്റെ ലെങ്ത് കൂടും. ഇങ്ങനെ ഇതൊക്കെ എഡിറ്റിംഗ് ട്രിക്സ് ആണ്. ഇതെന്ത് ചെയ്യാം, നമുക്കിത് പിന്നെ ഒന്ന് റൺ ചെയ്ത് നോക്കാം. ജസ്റ്റ് ഒരു പ്രൊഡക്റ്റ് വ്യൂടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ വീഡിയോസ് ഒക്കെയാണ് കൂടുതലായിട്ട് വെബ്സൈറ്റിന് വേണ്ടിയത്. ഓക്കെ, വെബ്സൈറ്റിൽ ഒരുപാട് നമ്മൾ സിനിമയിൽ കാണുന്ന മാതിരി വീഡിയോസ് വെബ്സൈറ്റിന് ആവശ്യമില്ല. നിങ്ങൾക്ക് ഒരു പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആമസോണൊക്കെ കണ്ടാലും മനസ്സിലാവും, അതിലൊക്കെ ഉള്ള ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് ആയിരിക്കും. അങ്ങനത്തെ ആമസോണിന് ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് മസ്റ്റ് ആണെന്നുള്ളതാണ് എൻ്റെ ഒരു പിന്നെ പറയാൻ സാധിച്ചത്. കൂടുതലായിട്ട് എനിക്ക് അറിയത്തില്ല, എന്നാലും ആമസോൺ മസ്റ്റ് ആയിട്ട് ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് ആയിരിക്കണം അവരുടെ പ്രൊഡക്റ്റ് ഇമേജ് ലോഞ്ച് ചെയ്യുമ്പോൾ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഇമേജിലോട്ട് എന്ത് ചെയ്യാം, നമുക്ക് ഒരു ടെക്സ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഓഫർ വിൽ ടെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ടെക്സ്റ്റ് ഇവിടെ ലെഫ്റ്റ് ബട്ടൺ നിൽക്കി കഴിഞ്ഞാൽ ടെക്സ്റ്റ് എന്നുള്ള ഏരിയ ഉണ്ട്. അതിൽ ഹെഡിങ് സെക്ഷനിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പോപ്പപ്പിലോട്ട് അതിൻ്റെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇഷ്ടമുള്ള സ്റ്റൈൽ സെലക്ട് ചെയ്യാം. അപ്പോൾ ഈ ഒരു സ്റ്റൈൽ വേണ്ടാന്നുണ്ടെങ്കിൽ
ഇവിടെ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്റ്റൈൽ ഉണ്ടല്ലേ. ഓൾറെഡി പിന്നെ ഒരുപാട് ടെംപ്ലേറ്റ്സ് ഇവിടെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടെംപ്ലേറ്റ്സ് ഇവിടുന്ന് യൂസ് ചെയ്യാം. സ്പ്രിംഗ് വൈബ്സ് എന്ന് പറഞ്ഞ ഈ ഒരു ടെംപ്ലേറ്റ്സ് ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ ടെക്സ്റ്റ് മാറ്റി കൊടുക്കാം. ഓഫർ വൈബ്സിൻ്റെ സെക്ഷൻ മാറ്റിയിട്ട് എന്ത് ചെയ്യാം, ഗോസ് എന്ന് പറഞ്ഞു കൊടുക്കാം. ഇത്രയല്ലേ, ഒരു സിമ്പിൾ അല്ല. അപ്പൊ നമുക്ക് മെയിൻ ആയിട്ട് നമുക്ക് ടെക്സ്റ്റും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാൻ ഇത്ര പ്രശ്നമില്ല. എന്നിട്ട് എന്താ, ഇതിപ്പോ ഒരു പ്രൊഡക്റ്റ് വിസിബിലിറ്റി കുറവാണെന്നുണ്ടെങ്കിൽ, ബാക്ക്ഗ്രൗണ്ടിലാണെന്നുണ്ടെങ്കിൽ ഈ പ്രൊഡക്റ്റിന് എടുത്തിട്ട് ജസ്റ്റ് ഒന്നുകൂടെ ഈ സൈഡിൽ തുടങ്ങി. അതൊക്കെ ഒരു ഡിസൈനറിന്റെ ഐഡിയോളജി വെച്ചിട്ടാണ് ചെയ്യാറ്. ഇപ്പോൾ നോബീസിന് ഇങ്ങനെയൊക്കെ ആയി വരണം എന്നില്ല. അപ്പോൾ അവർക്ക് ആദ്യം നിങ്ങൾ ജനറേറ്റ് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളെ മൈൻഡിൽ ഒരു ഐഡിയ കിട്ടുക എന്നുള്ളതാണ്. ഇങ്ങനെ ഈ പോസ്റ്റർ വരണം, അല്ലെങ്കിൽ എങ്ങനെ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യണം, അതൊക്കെ നിങ്ങളുടെ മൈൻഡിൽ പിന്നെ തിയറി ഉണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള ടൂൾസ് ഒക്കെ നമുക്ക് AI ടൂൾസ് വെച്ചിട്ട് എല്ലാം ജനറേറ്റ് ചെയ്യാം. ഒരു പ്രീ പ്ലാൻഡ് നോക്കുക, അപ്പോൾ ആ പ്ലാൻ അനുസരിച്ച് വർക്ക് ചെയ്യാം. ഇതിന് വേണമെങ്കിൽ ആനിമേഷൻ കൊടുക്കുക. അവിടെ എഫക്ട്സ് പോയി കഴിഞ്ഞാൽ എഫക്ട്സ് പോയി അതിൽ നമുക്ക് ഇഷ്ടമുള്ള ആനിമേഷൻസ് കൂടെ ആഡ് ചെയ്യാൻ വേണ്ടി കിട്ടും. ആനിമേഷൻ സെക്ഷൻസിൽ പോവുക, ഏതെങ്കിലും ഒരു ആനിമേഷൻ സെലക്ട് ചെയ്യാം. സ്പീഡ് കുറച്ച് വെക്കാം. നമ്മൾ ആ ഒരു വീഡിയോ അവിടെ പ്ലേ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ പ്ലേ ചെയ്ത നമ്മൾ ഇത്രയും ചെയ്ത കാര്യങ്ങൾ അവിടെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ this is how to make a video with stunning graphics designs and all. First we copied from the tools what we created. That is what the name of the tool is. Actually I forgot the tool. The RunByML. Okay. From that platform we just copy the video output, then we insert it to the Canva sections, then we add it to the titles and all. Okay, for the modification and clarifications. Okay, ഇങ്ങനെയാണ് നിങ്ങളൊരു ആൾട്രേഷൻ നടത്തേണ്ടത് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഒരു വീഡിയോഗ്രാഫി എന്ത് ചെയ്യേണ്ടത്, ഒരു പ്രോംപ്റ്റ് എഞ്ചിനീയറിൻ്റെ സൈഡിൽ എങ്ങനെയാണ് ഒരു വീഡിയോഗ്രാഫി ചെയ്യേണ്ടത് എന്നുള്ള ഒരു വീഡിയോ ട്യൂട്ടോറിയലാണിത്. അപ്പോൾ ഈ സെഷൻസിൽ നിങ്ങൾ എൻജോയ് ചെയ്തെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, യൂട്യൂബ് ആൽഗോരിതം ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇതൊക്കെ നമുക്ക് നെക്സ്റ്റ് വീഡിയോസ് കാണാം. ബൈ.